ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിന് കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം അതിൻ്റെ 43-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അപ്പോസ്തലന്മാർ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു വന്നു. അപ്പോസ്തലപ്രവൃത്തികൾ കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. യേശുക്രിസ്തുവിനെ കർത്താവ് ദൈവമായി വിശ്വസിച്ച് യേശുവിനെ ആരാധിച്ചുകൊണ്ടിരുന്ന സ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ ആ സ്ലീഹന്മാരിലൂടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സ്വർഗത്തിൽ ദൈവം പ്രവർത്തിക്കുകയുണ്ടായി. ഈ അത്ഭുതങ്ങളെക്കുറിച്ച് അടയാളങ്ങളെക്കുറിച്ച് നാം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ധ്യാനിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീരും. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലന്മാർ ചെയ്തൊരു അത്ഭുതം അപ്പോസ്തലപ്രവൃത്തികൾ 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ വാക്യങ്ങളിൽ കർത്താവിൻ്റെ വചനം വെളിപ്പെടുന്നുണ്ട്. അവിടെ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായൊരു മനുഷ്യന് കർത്താവ് അത്ഭുത സൗഖ്യം ശിഷ്യന്മാരോട് നൽകുന്നത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വചനം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തികൾ 3-ാം അധ്യായം 1 മുതൽ വാക്യങ്ങളിൽ. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് വന്നു. അവന് ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിപ്പാൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. ഇവിടെ പത്രോസും യോഹന്നാനും കാണുന്നൊരു കാഴ്ചയാണ്. ഇവർ 9-ാം മണി നേരത്തെ പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവാലയത്തിലേക്ക് പോവുകയാണ്. അവിടെ ഈ അപ്പോസ്തലന്മാരുടെ കാലത്ത് 7 നേരം പ്രാർത്ഥന, യാമപ്രാർത്ഥനകൾ ദൈവാലയത്തിൽ നടക്കുന്നുണ്ട്. ഇന്നും പല ദൈവാലയങ്ങളിലും 7 നേരം പ്രാർത്ഥനകൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അത് ഏറ്റവും കൂടുതൽ നടക്കുന്ന ചില ദേറാകളിലാണ്. സന്യാസ ജീവൻ നയിക്കുന്ന, ദൈവാലയങ്ങളിൽ താമസിച്ച് ജീവിക്കുന്ന പുരോഹിതന്മാരുടെ അല്ലെങ്കിൽ സന്യസ്തരുടെ ജീവിതത്തിൽ യാമപ്രാർത്ഥന കൃത്യമായി ചെല്ലുന്നുണ്ട്. ഇത് 9-ാം മണി നേരത്ത് പ്രാർത്ഥനയ്ക്കായിട്ട് പത്രോസും യോഹന്നാനും ദൈവാലയത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അപ്പോസ്തലന്മാർ യാമപ്രാർത്ഥന കൃത്യമായി ചൊല്ലുന്നവരാണ്. ഇവിടെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട യേശുവിൽ വിശ്വസിച്ച അപ്പോസ്തലന്മാരുടെ ഒരു പ്രത്യേകതയാണ് അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തിയിരുന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവവുമായുള്ള കമ്മ്യൂണിക്കേഷനാണ് പ്രാർത്ഥന. ഒരു വ്യക്തിയുടെ വ്യക്തിബന്ധം എന്ന് പറയുന്നത് ആ വ്യക്തിയുമായുള്ള ആശയവിനിമയമാണ്. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുനാളിൽ പഠിച്ച ചില കൂട്ടുകാരുമായിട്ട് ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം നിന്നെ മറക്കില്ല, മരിച്ചാലും മറക്കില്ല എന്നൊക്കെ നമ്മളെ ഹൃദയത്തിൽ പറയുന്ന ചില കൂട്ടുകാരുണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്. എന്നാൽ സ്കൂൾ ജീവിതം കഴിയുമ്പോൾ അവരുമായുള്ള ബന്ധം വിട്ടു. അവരെ പിന്നീട് ഓർക്കുക പോലും ചെയ്യുന്നില്ല. കാണുമ്പോൾ അല്ലെങ്കിൽ ഓർക്കുമ്പോൾ അവരെക്കുറിച്ചുള്ള അവരുടെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നു, ചിന്തിക്കുന്നു മാത്രം. എന്നാൽ അവരുമായുള്ള ബന്ധം നമുക്ക് നഷ്ടമായി തീരാൻ കാരണം പിന്നെ അവരുമായിട്ടൊരു ആശയവിനിമയമില്ല. എന്നാൽ സ്കൂളിൽ പഠിക്കുമ്പോൾ, കോളേജിൽ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യക്തിബന്ധങ്ങൾ നിലനിർത്തുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. അവരുമായിട്ട് വിളിക്കുന്നു, സംസാരിക്കുന്നു, കാണുന്നു. വ്യക്തിബന്ധങ്ങളുടെ കാരണം ആശയവിനിമയമാണ്. ഇന്ന് പലപ്പോഴും പല സ്നേഹബന്ധങ്ങളുടെ കാരണം ആശയവിനിമയമാണ്. വിദേശത്ത് ജോലിയുള്ള ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നത് ആശയവിനിമയത്തിലൂടെയാണ്. രാവിലെ വിളിക്കുന്നു, വൈകിട്ട് വിളിക്കുന്നു. അല്ലെങ്കിൽ ഹോസ്റ്റലിൽ താമസിക്കുന്ന മക്കൾക്ക് മാതാപിതാക്കളുമായുള്ള ബന്ധം എന്ന് പറയുന്നത് ആശയവിനിമയമാണ്. കുറേ നാൾ വിളിക്കാതിരുന്നാൽ, സംസാരിക്കാതിരുന്നാൽ ഈ വ്യക്തിബന്ധം നഷ്ടപ്പെടും, സ്നേഹബന്ധം നഷ്ടപ്പെടും. ഇതുപോലെ തന്നെയാണ് ദൈവവുമായുള്ള വ്യക്തിബന്ധം. ഒരു മനുഷ്യന് ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധം എന്ന് പറയുന്നത് ദൈവവുമായുള്ള ആശയവിനിമയമാണ്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖാന്തരമാണ് പ്രാർത്ഥിക്കുക. ദൈവത്തോടുള്ള പ്രാർത്ഥന ദൈവവുമായുള്ള സ്നേഹബന്ധത്തിന്, വ്യക്തിബന്ധത്തിന് കാരണമായി തീരുന്നു. കുറേ നാൾ ഒരു വ്യക്തിയുമായിട്ട് ആശയവിനിമയം ഇല്ലെങ്കിൽ, ആ വ്യക്തിയുമായിട്ടൊരു സംസാരമില്ല, കൂടിക്കാഴ്ചയില്ലെങ്കിൽ ആ വ്യക്തിയുമായുള്ള ബന്ധം, സ്നേഹബന്ധം, വ്യക്തിബന്ധം നഷ്ടമായി തീരുന്ന പോലെ
ദൈവവുമായുള്ള വ്യക്തിബന്ധം നഷ്ടപ്പെടാൻ ഒരു കാരണം പ്രാർത്ഥനയില്ലായ്മയാണ്. ദൈവവുമായിട്ടുള്ള പ്രാർത്ഥന, വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥന, ദൈവവുമായുള്ള ആശയവിനിമയമാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇത് നഷ്ടപ്പെടുമ്പോൾ ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നു. ഇന്ന് ഞാനും എൻ്റെ ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധം എൻ്റെ പ്രാർത്ഥനയിലൂടെയാണോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കുക. ഇവിടെ ശിഷ്യന്മാർ എല്ലാ നേരവും പ്രാർത്ഥിക്കാൻ പോകുന്നത്, അതാണ് 9-ാം മണി നേരം എന്ന് പറയുന്നത്. കാരണം അതായത് ഉച്ച കഴിഞ്ഞുള്ള സമയം, 9-ാം മണി നേരം, അതായത് നമ്മുടെ 3 മണി സമയം, ആ സമയം പ്രാർത്ഥിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ അതൊരു കാര്യസാധ്യത്തിന് പോകുന്നതല്ല, ദൈവവുമായുള്ള ബന്ധം നിലനിർത്താൻ വേണ്ടി. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി മാറുകയാണ്. ഒരു ആവശ്യം വരുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുക, ഒരു ആവശ്യത്തിന് വേണ്ടി, ഒരു ആവശ്യം നടക്കാൻ വേണ്ടി മാത്രം ദൈവവുമായിട്ട് ബന്ധപ്പെടുക, എൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി ദൈവവുമായിട്ടൊരു വ്യക്തിബന്ധം ഉണ്ടാക്കിയെടുക്കുക അല്ല. ദൈവത്തോടൊരു ബന്ധം നമ്മുടെ നിത്യം പ്രാർത്ഥനയാണ്. അത് എപ്പോൾ വേണമെങ്കിലും ആകാം. യഹൂദന്മാരെ കർത്താവ് പരിഹസിക്കുന്നുണ്ട്. എന്നാൽ അവർ എല്ലാ യാമങ്ങളും കൃത്യമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവവുമായിട്ട് വ്യക്തിപരമായ ബന്ധമില്ല. പ്രാർത്ഥന മാത്രം പോരാ, അത് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ബന്ധമായി മാറണം. ഇവിടെ ഇവർ 9-ാം മണി നേരം പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിൽ പോകാൻ കാരണം അവർക്ക് ദൈവവുമായിട്ട് വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നു. ആ സ്നേഹബന്ധമാണ് ഒരു പക്ഷേ ത്യാഗം സഹിച്ച് എല്ലാ സമയവും മാറ്റിവെച്ച്, എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ദൈവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്. ഈ ദൈവാലയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കണ്ണും കാതുമുള്ള സ്ഥലമാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടി അവിടെ ഉണ്ട്, ദൈവത്തിൻ്റെ കാത്, ദൈവത്തിൻ്റെ ഹൃദയം അവിടെ ഉണ്ട്. എന്തിനാണ് ദൈവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത്? ചില ചോദിക്കാറുണ്ട്, വീട്ടിൽ നിന്ന് പ്രാർത്ഥന കേൾക്കില്ലേ, പിന്നെ എന്തിനാണ് ദൈവാലയത്തിൽ പോകുന്നത്? എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുന്നില്ലേ, പിന്നെ എന്തിനാണ് ദൈവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത്? കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ കണ്ണും കാതും ദൈവാലയത്തിലുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ദൈവം വളരെ വ്യക്തിപരമായ ബന്ധമുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ദൈവാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നത്. യഹൂദന്മാർ ചന്തസ്ഥലത്ത് പ്രാർത്ഥിക്കുമായിരുന്നു, വഴിയരിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അവർ യാമപ്രാർത്ഥന കൃത്യമാ കൽപ്പന നിറവേറ്റാൻ വേണ്ടി മാത്രം അവർ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ദൈവവുമായുള്ള വ്യക്തിപരമായ സ്നേഹബന്ധത്തിലാണോ നമ്മുടെ പ്രാർത്ഥന എന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം. ഇവിടെ അവർ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഒരു കാഴ്ച കാണുകയാണ്. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നും കൊണ്ടുവന്ന് അവന് ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിപ്പാൻ സുന്ദരം എന്ന ദേവാലയത്തിൻ്റെ ഗോപുരത്തിൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. ഇവിടെ ഒരു വരുമാന മാർഗമായിട്ടാണ് ഈ സുന്ദരം എന്ന കവാടത്തിൽ ഇവരെ കൊണ്ടുവന്നിരുന്നത്. കാരണം ഒത്തിരി ജനങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്ന ദൈവാലയമാണ്. പോകുന്നവർക്ക് ഇവൻ മനസ്സലിവ് തോന്നി എന്തെങ്കിലും കൊടുക്കും. ഈ കിട്ടുന്നത് ലാഭമാണ്, അത് ആദായമാണ്. അതുകൊണ്ട് ഇതൊരു വരുമാന മാർഗമായി കണ്ട് ഇവനെ ദിനം പ്രതി കൊണ്ടുപോയി ഇരുത്തുമായിരുന്നു. ഇവിടെ ഇവൻ ആവശ്യം പണമാണ്. ഇവിടെ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്ന കണ്ടിട്ട് ഇവൻ ഭിക്ഷ യാചിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കുക എന്ന് പറഞ്ഞു. ഇവിടെ പത്രോസും യോഹന്നാനും ഈ മനുഷ്യനെ കണ്ടപ്പോൾ ഒരു കരുണ തോന്നുകയാണ്, ദയ തോന്നുകയാണ്. ദൈവാത്മാവിൽ നയിക്കപ്പെടുന്ന വ്യക്തിക്ക് ഇങ്ങനെ കുറവുകളുള്ള വ്യക്തികളെ കാണുമ്പോൾ ഒരു ദയ തോന്നും. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് ദയ, കരുണ എന്ന് പറയുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദയ ഉണ്ടോ? മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു മനസ്സലിവുണ്ടോ? ഒരു പരിഗണനയുണ്ടോ? നമ്മൾ പലതും കണ്ടില്ല എന്ന മട്ടിൽ പോകുമ്പോൾ അതിൻ്റെ അർത്ഥം അത് ആ വ്യക്തി ഒരു ജഡിക മനുഷ്യനാണ്. മറ്റുള്ളവരുടെ വേദനയിൽ, ദുഃഖങ്ങളിൽ മനസ്സലിവുള്ള, കരുണയുള്ള, ദയയുള്ള ഒരു മനുഷ്യൻ ദൈവാത്മാവുള്ളൊരു മനുഷ്യനാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് ദയ എന്ന് പറയുന്നത്. ഇവിടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അപ്പോസ്തലന്മാർ, അവരുണ്ടായിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലം ഇവിടെ വെളിപ്പെടുകയാണ്. പത്രോസ് യോഹന്നാനും ദൈവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചപ്പോൾ പത്രോസ് യോഹന്നാനോട് അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കുക എന്ന് പറഞ്ഞു. ഈ പത്രോസും യോഹന്നാനും
ഇവൻ്റെ ശ്രദ്ധ അവരിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ എന്തെങ്കിലും കിട്ടും എന്ന് വിചാരിച്ച് അവൻ കൈ നീട്ടിയപ്പോൾ, അവനെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ പത്രോസ് പറയുകയാണ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ള നിനക്ക് തരുന്നു, നസ്രാന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞു. ഇവൻ ആവശ്യം പണമാണ്. അതിനാണ് അവനെ ആളുകൾ ചുമന്നുകൊണ്ട് സുന്ദരം എന്ന കവാടത്തിൽ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത്. എന്നാൽ പത്രോസ്ലീഹ പറയുകയാണ്, എന്നെ സൂക്ഷിച്ച് നോക്കുക, നിനക്ക് തരുവാൻ എൻ്റെ കയ്യിൽ പൊന്നോ വെള്ളിയൊന്നുമില്ല, നസ്രാന യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ഇവിടെ രണ്ട് മനോഭാവമാണ്. ഈ ഇരിക്കുന്ന ഭിക്ഷാടകന് അവന് പണമാണ് ആവശ്യം, അവൻ്റെ ദൈനംദിന ആവശ്യങ്ങൾ നടന്നു പോകണം. എന്നാൽ ഈ പത്രോസും യോഹന്നാനും ആഗ്രഹിച്ചത് അവന് പണം കൊടുക്കുകയല്ല, യേശുവിനെ കൊടുക്കുക എന്നുള്ളതാണ്. ഈ പണം കൊടുത്താൽ ഇന്നല്ലെങ്കിൽ നാളെ തീർന്നു പോകും. എന്നാൽ യേശുവിനെ കൊടുത്താൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ, ഈ ലോകത്തിൽ മാത്രമല്ല നിത്യമായ ലോകത്തിലും അവന് നിത്യമായ സന്തോഷം അനുഭവിക്കാൻ, ആനന്ദം അനുഭവിക്കാൻ യേശു മുഖാന്തരം കാരണമായി തീരും. ഇവിടെ പത്രോസും യോഹന്നാനും പറഞ്ഞു, നിനക്ക് തരുവാൻ ഞങ്ങളുടെ പൊന്നോ വെള്ളിയൊന്നുമില്ല, നസ്രാന യേശുവിൻ്റെ നാമത്തിൽ നടക്കുക. ഞങ്ങൾക്ക് നിനക്ക് തരുവാൻ ഒരേ ഒരു നാമേ ഉള്ളൂ, യേശുവിൻ്റെ നാമം. ഈ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ അവിടെ കർത്താവിൻ്റെ നാമം മഹത്വമെടുക്കുകയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. സാധാരണ വെള്ളം കൊടുത്താൽ നമുക്ക് ഒരു പ്രതിഫലമില്ല. എന്നൊരു കുപ്പി വെള്ളം കൊടുത്താൽ അതിന് വിലയുണ്ട്, ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന് വിലയില്ല. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. കാരണം യേശുവിൻ്റെ നാമത്തിന് വിലയുണ്ട്. യേശുവിൻ്റെ നാമത്തിൻ്റെ വില എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇന്ന് യേശുവിൻ്റെ നാമം നാം കൊടുക്കാത്തത്, യേശുവിനെ കൊടുക്കാത്തത്. ഈ ലോകത്തിൽ ആവശ്യമായിരിക്കുന്ന സമ്പത്ത് കൊടുത്ത് അവരെ സഹായിക്കാം. എന്നാൽ നിത്യമായ ലോകത്തിലേക്കുള്ള സമ്പത്ത് യേശുക്രിസ്തുവാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും നിത്യജീവനിൽ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ ചെല്ലുവാൻ സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ കൊടുക്കുന്ന എല്ലാ നന്മ പ്രവൃത്തികളും ഈ ലോകത്തിൽ തീർന്നു പോകും. നമ്മളെന്ത് കൊടുത്താലും, ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായിരിക്കുന്ന സമ്പത്ത് നമ്മൾ ദാനം ചെയ്താൽ, ഒരു ഭവനം പണിത് കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു ചങ്ക് പറിച്ചു കൊടുത്താൽ, കരൾ മുറിച്ചു കൊടുത്താൽ, കണ്ണ് ചുടുന്നു കൊടുത്താൽ, അതിനൊക്കെ നന്മയുണ്ട്. ഈ ലോകത്തിൽ മാത്രം അവർക്ക് ആ നന്മ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ കൊടുക്കുന്നതോടൊപ്പം യേശുവിൻ്റെ നാമത്തിൽ കൊടുത്താൽ, യേശുവിനെ കൂടി കൊടുത്താൽ, അവിടെ ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനിക ലോകത്തിൽ, നിത്യജീവനിൽ അവർക്ക് നന്മ അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ യേശുവിനെ കൊടുക്കാതെ എന്ത് കൊടുത്താലും അത് കൊടുക്കുന്നത് ഈ ലോകത്തിൽ മാത്രം തീർന്നു പോകുന്നതാണ്. എന്നാൽ നിത്യമായ ജീവിതത്തിന് ആധാരമായ ഒന്നാണ് യേശുവിനെ കൊടുക്കുക. ഇവിടെ പത്രോസും യോഹന്നാനും പറഞ്ഞു, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞു. അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. കാരണം അവന് എഴുന്നേൽക്കാൻ മനസ്സില്ല. കാരണം അവന് ഈ രീതിയിലിരുന്നാൽ വരുമാനം കൊണ്ട് ജീവിക്കാം. ഇന്ന് പലപ്പോഴും പലരും പല ആദായ മാർഗങ്ങൾക്ക് വേണ്ടി മാത്രം രോഗിയായിരിക്കുന്നവരുണ്ട്. ഒരിക്കൽ ഒരു സഹോദരൻ, തൻ്റെ ജീവിത പങ്കാളി രോഗിയാണ്, ധ്യാനം കൂടിയാൽ സൗഖ്യം കിട്ടും, കർത്താവ് സൗഖ്യം നൽകും, അതുകൊണ്ട് ധ്യാനം കൂടാൻ വരാൻ പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, ഞങ്ങൾക്ക് ഗവൺമെൻറ് ചില സഹായങ്ങൾ നൽകുന്നുണ്ട്, ഞങ്ങൾ ധ്യാനത്തിന് വന്നാൽ അത് കിട്ടില്ല. അപ്പോൾ രോഗിയായതുകൊണ്ട് ചില സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്, അത് നഷ്ടപ്പെടും സൗഖ്യം ലഭിച്ചാൽ, അതുകൊണ്ട് സൗഖ്യം വേണ്ട. ഇങ്ങനെ ചിന്തിക്കുന്ന അനേകം പേരുണ്ട്. ചില വരുമാന മാർഗങ്ങൾ ലഭിക്കുന്നവർക്ക് സൗഖ്യം പ്രാപിക്കാൻ താല്പര്യമില്ല. ഇപ്പോൾ രോഗിയായിട്ട് അലഞ്ഞു നടക്കുന്നവർ, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാൻ പണമില്ല, അല്ലെങ്കിൽ ജീവിതമാർഗ്ഗമില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരോട് നിങ്ങൾ ദൈവവചനം കേൾക്ക്, ധ്യാനം കൂടുക, നിങ്ങൾക്ക് ദൈവം അത്ഭുതം പ്രവർത്തിക്കും, ദൈവം സൗഖ്യം നൽകും. അനേകം വ്യക്തികളുടെ ജീവിതാനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുമ്പോൾ അവർ കേൾക്കും, പക്ഷേ അവർ ദൈവവചനം കേൾക്കാനോ ധ്യാനം കൂടാനോ തയ്യാറാകില്ല. കാരണം ഇതൊരു വരുമാന മാർഗമാണ്.
ഈ രോഗം ഒരു വരുമാന മാർഗമാണ്. ഈ കഷ്ടത ഒരു വരുമാന മാർഗമാണ്. ഈ ജീവിതം ഒരു വരുമാന മാർഗമാണ്. എന്നാൽ തിരിച്ചറിയുക, ഈ ലോകത്തിലുള്ള വരുമാനം മാത്രമേ ഇതിൽ നിന്ന് ലഭിക്കൂ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നൽകുന്ന നിത്യമായ സമാധാനം, നിത്യമായ സന്തോഷം, നിത്യമായ ജീവിതം, അതിനുവേണ്ടിയാണ് ദൈവത്തെ ആശ്രയിക്കുന്നതും യേശുവിൻ്റെ നാമത്തെ സ്വീകരിക്കുന്നു. ഇവിടെ ഇവന് ഒരുപക്ഷെ എഴുന്നേൽക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ശിഷ്യന്മാർ അവനെ വലങ്കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഇവിടെ ശിഷ്യന്മാർക്ക് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞാൽ സൗഖ്യം പ്രാപിക്കും. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കും. എന്നാൽ ഇവിടെ വലം കൈക്ക് പിടിക്കുകയാണ്. അതായത് മറ്റൊരു വ്യക്തിയുടെ സഹായം കൂടാതെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തൊരു വ്യക്തിയെ നമ്മൾ വലം കൈക്ക് പിടിക്കുകയാണ്. ആരാണ് മറ്റൊരു വ്യക്തിയുടെ സഹായം കൂടാതെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത വ്യക്തികൾ? കണ്ണിന് കാഴ്ചയില്ലാത്തവർ, കേൾവിശക്തി ഇല്ലാത്തവർ, അംഗവൈകല്യമുള്ളവർ, മനോരോഗികൾ, മാനസിക രോഗികൾ, ഇങ്ങനെയുള്ളവരെ യേശുവിൻ്റെ നാമത്തിൽ സഹായിക്കുക എന്നുള്ളത് ദൈവം അരുളി ചെയ്തിരിക്കുന്ന പദ്ധതിയാണ്. യേശു പറഞ്ഞു, ഞാൻ വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നു. ഞാൻ ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ നഗ്നനായി, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. അപ്പോൾ ചോദിക്കുന്നുണ്ട്, കർത്താവ്, നീ എപ്പോഴാണ് വിശന്നിരുന്നത്? നീ എപ്പോഴാണ് ദാഹിച്ചിരുന്നത്? നീ എപ്പോഴാണ് നഗ്നനായിരുന്നത്? യേശു പറയാണ്, ഈ ചെറിയവരിൽ ഒരുവൻ നിങ്ങൾ ചെയ്യുന്നത് എനിക്കാണ് ചെയ്യുന്നത്. മറ്റൊരു വ്യക്തിയുടെ സഹായം കൂടാതെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തൊരു വ്യക്തിയെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കുമ്പോൾ യേശുവിനെയാണ് നമ്മൾ കൊടുക്കുന്നത്. യേശു പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ മറ്റൊരു വ്യക്തിയുടെ സഹായം കൂടാതെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തൊരു വ്യക്തിയാണ് ഒരു ശിശു. അങ്ങനെ ഒരു ശിശുവിനെ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുമ്പോൾ യേശുവിനെ സ്വീകരിക്കും. അതായത് മറ്റൊരു വ്യക്തിയുടെ സഹായം കൂടാതെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തൊരു വ്യക്തിയെ നാം സ്വീകരിക്കുമ്പോൾ യേശുവിനെയാണ് സ്വീകരിക്കുന്നത്. ഇവിടെ യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ വലം കൈക്ക് പിടിക്കുമ്പോൾ മറ്റൊരു വ്യക്തിയുടെ സഹായം കൂടാതെ എഴുന്നേൽക്കാൻ നിവൃത്തിയില്ലാത്തവനെ ശിഷ്യന്മാർ അവൻ്റെ വലം കൈക്ക് പിടിക്കുകയാണ്. ഇതുപോലെ നമ്മൾ കണ്ണു തുറന്നാൽ നമ്മുടെ ചുറ്റും അനേകം പേരും മറ്റൊരു വ്യക്തിയുടെ സഹായം കൂടാതെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അനേക വ്യക്തികൾ നമ്മുടെ കൺമുന്നിലുണ്ട്. അവരുടെ വലം കൈക്ക് പിടിക്കുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ്. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ്. മറ്റൊരു വ്യക്തിയുടെ സഹായം കൂടാതെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തൊരു വ്യക്തിയെ വലം കരത്തിൽ പിടിക്കുവാൻ, യേശുവിൻ്റെ നാമത്തിൽ അവരെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ദൈവം നമ്മെ അധികാരപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ ശിഷ്യന്മാർക്ക് ലഭിച്ചിരിക്കുന്ന അതേ അധികാരമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അതായത് യേശുവിൻ്റെ നാമം നൽകുവാൻ, യേശുവിൻ്റെ നാമത്തിൽ വലം കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ. ഇവിടെ ഈ മനുഷ്യൻ അവൻ ഇരിക്കുന്നിരിപ്പിൽ പത്രോസും യോഹന്നാനും അവൻ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കുക. ഇങ്ങനെ ഒത്തിരി വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്. രോഗികളായി കിടക്കുന്നവർ, ആരോഗ്യം നഷ്ടപ്പെട്ടവർ, കൈകാലുകൾ തളർന്നുപോയവർ, മാനസിക രോഗികൾ, മന്ദബുദ്ധികൾ, ഇങ്ങനെയുള്ളവരെ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരാൻ, കരം പിടിച്ചെഴുന്നേൽപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഒത്തിരി ആളുകൾ അവരുടെ അയൽപക്കത്ത്, സ്വന്തത്തിൽ ബന്ധമുള്ള അനേകം രോഗികളെ ധ്യാനത്തിനായി കൊണ്ടുവരും. സാധാരണ മാനസിക രോഗികളെ ധ്യാനത്തിൽ പങ്കെടുപ്പിക്കാറില്ല. എന്നാൽ ഞങ്ങൾ നടന്ന ധ്യാനത്തിൽ അനേകം മാനസിക രോഗികൾ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. അതായത് മനസ്സ് മുറിവേറ്റ്, മനസ്സിനാഘാതം ബാധിച്ച്, മനസ്സിൻ്റെ മേൽ പിശാചിന് ആധിപത്യമുള്ള, അങ്ങനെ തകർന്ന ജീവൻ നയിക്കുന്ന അനേക വ്യക്തികളെ സ്വന്തം വണ്ടിയിൽ, സ്വന്തം ചെലവിൽ ഒത്തിരി രോഗികളെ കൊണ്ടുവരാറുണ്ട്. ഈ രോഗികളെല്ലാം ദൈവവചനം കേൾക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം പ്രാപിക്കുന്നു. അവരുടെ സൗഖ്യം കണ്ടുകൊണ്ട് മറ്റനേകം രോഗികൾ വചനം കേൾക്കുവാൻ, ധ്യാനം കൂടാൻ കടന്നു വരുന്നു. ഇങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അഭിഷേകം സ്വീകരിച്ച അനേകം വ്യക്തികൾ, അവർ മുഖാന്തരം അനേകം രോഗികൾ യേശുവിനെ വ്യക്തിപരമായി സ്വീകരിക്കുവാനും യേശുക്രിസ്തു മുഖാന്തരം നിത്യരക്ഷ പ്രാപിക്കുവാനും സാധിക്കുന്നു. ഒരിക്കലും മരണാസന്ന നിലയിൽ കിടക്കുന്ന ഒരു രോഗിയെ, ആ രോഗിക്ക് വേണ്ടി തൈലാഭിഷേക ശുശ്രൂഷ ചെയ്യാൻ ചെന്ന അച്ഛനോട് ആ രോഗി ചോദിച്ചു, അച്ഛാ, നീ എത്ര മണിക്കൂർ ഞാൻ ജീവിച്ചിരിക്കും? അച്ഛൻ പറഞ്ഞു, മകളെ, നീ മരിക്കില്ല. ദൈവം നിന്നെ സ്നേഹിക്കുന്നു, യേശു നിന്നെ സ്നേഹിക്കുന്നു. നീ ഒരു ധ്യാനം കൂടണം. ആ ധ്യാനത്തിലൂടെ ദൈവം നിൻ്റെ വലം കരത്തിൽ പിടിക്കും, നിന്നെ അത്ഭുതം പ്രവർത്തിക്കും, നിന്നെ ദൈവം സൗഖ്യം നൽകും.
മരണാസന്ന നിലയിൽ ഏതാനും മണിക്കൂർ ഏതാനും ദിവസം മാത്രമേ ജീവിച്ചിരിക്കുന്ന ഡോക്ടർമാർ വിധി എഴുതി മരണാസന്ന നില കിടക്കുന്ന, മരിക്കാൻ കിടക്കുന്ന രോഗിക്ക് നൽകുന്ന എല്ലാ കൂതാശകളും നൽകി മരണത്തെ മുഖാമുഖം കണ്ടു കിടക്കുന്ന ആ രോഗി രോഗക്കിടക്കയോടുകൂടി ദൈവവചനം കേൾക്കുവാൻ, ധ്യാനം കൂടുവാൻ ദൈവം ആ അച്ഛനിലൂടെ ദൈവം പ്രവർത്തിച്ചു. ആ ധ്യാനത്തിൽ ഏതാനും ദിവസങ്ങൾ, ഏതാനും മണിക്കൂർ മാത്രമേ ജീവിച്ചിരിക്കുന്ന ഡോക്ടർമാർ വിധി എഴുതിയ ആ രോഗി പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് ഇന്നും ഓടി നടന്ന കർത്താവിൻ്റെ വേറെ ചെയ്യുക, യേശുവിനെ പ്രഘോഷിക്കുന്ന ഒരു വ്യക്തിയായി, അനേകം പേർക്ക് കൗൺസിലിംഗ് നടത്തുന്ന ഒരു വ്യക്തിയായി ദൈവം ആ വ്യക്തി ഉയർത്തി. നാം വിശ്വസിക്കണം, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഇതുപോലെ മാനസികമായി തകർന്ന്, ശാരീരികമായി തകർന്ന്, പാപത്തിൻ്റെ അടിമനുഭവത്തിൽ നിത്യ നരകത്തിന് അടിമയായി കിടക്കുന്ന അനേകം വ്യക്തികളും വലം കരത്തിൽ പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ, യേശുവിൻ്റെ നാമത്തിൽ വലം കരത്തിൽ പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുക. ദൈവം നമുക്ക് അധികാരം നൽകിയിരിക്കുക. ഇവിടെ പത്രോസും യോഹന്നാനും ഇവൻ്റെ വലം കരത്തിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ്റെ കാലും നരയാണിയും ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ഇവിടെ നരയാണി ഉറയ്ക്കാത്ത, തളർന്നു കിടക്കുന്ന അനേകം വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്. നാം ഒന്ന് വലങ്കരത്തിൽ പിടിച്ചാൽ, യേശുവിൻ്റെ നാമത്തിൽ അവരെ ഒന്ന് വലങ്കരത്തിൽ പിടിച്ചാൽ അവർ എഴുന്നേൽക്കും. അവിടെ നരയാണി ഉറയ്ക്കും, അവർ കുതിച്ചെഴുന്നേൽക്കും. ഇവിടെ ഈ മുടന്തനായ മനുഷ്യൻ കുതിച്ചെഴുന്നേറ്റു. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു. അതായത് ഇന്ന് വരെ ദൈവാലയത്തിൽ കടക്കാൻ സാധിക്കാത്ത, കാരണം അവന് എഴുന്നേൽക്കാനോ നടക്കാനോ സാധിക്കില്ല. അതുകൊണ്ട് ദൈവാലയത്തിൻ്റെ പുറത്തിരിക്കുന്ന, ദൈവാലയത്തിലേക്ക് ആരാധിക്കാൻ പോകുന്ന, സൗഖ്യത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി കടന്നു പോകുന്ന അനേകം വ്യക്തികൾ ഇവൻ കാണുന്നുണ്ട്. തിരിച്ചവർ സന്തോഷത്തോടെ സമാധാനത്തോടെ കടന്നു പോകുന്നത് ഇവൻ കാണുന്നുണ്ട്. എന്നാൽ ആ ദൈവാലയത്തിൽ കടന്നു ചെല്ലാനോ പ്രാർത്ഥിക്കാനോ ദൈവത്തെ ആരാധിക്കാനോ ഈ സമാധാനവും സന്തോഷം അനുഭവിക്കാനോ ഇവന് സാധിച്ചില്ല. എന്നാൽ ഇവിടെ പത്രോസും യോഹന്നാനും അവൻ്റെ വലം കരത്തിൽ പിടിച്ച് യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ കുതിച്ചെഴുന്നേറ്റു. അവൻ തുള്ളിയും ചാടിയും ദൈവാലയത്തിനകത്ത് കടന്നു. അവൻ ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അവരോട് കൂടെ ദൈവാലയത്തിൽ കടന്നു. ഇങ്ങനെ ദൈവാലയം കാണാത്ത, ദൈവാലയത്തിൻ്റെ പടി ചവിട്ടാത്ത അനേകം വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്. ആരാധന എന്തെന്നറിയാത്ത, ദൈവത്തെ സ്തുതിക്കാനറിയാത്ത, പ്രാർത്ഥിക്കാനറിയാത്ത, ദൈവാലയത്തിൽ പോകാത്ത, ദൈവത്തെ വ്യക്തിപരമായി രുചിച്ചറിയാത്ത അനേകം വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇങ്ങനെയുള്ള വ്യക്തികളെ വലങ്കരത്തിൽ പിടിച്ച് യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽപ്പിക്കുവാൻ, നമ്മൾ മുഖാന്തരം ദൈവാലയത്തിൽ കടന്നു ചെല്ലുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുക. ഇവിടെ പത്രോസും യോഹന്നാനും ചെയ്ത ഈ അത്ഭുതം കണ്ടുകൊണ്ട് അവനോടൊപ്പം അനേകം പേർ യേശുവിൽ വിശ്വസിച്ചു. അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവൻ നടക്കുന്നതും ദൈവത്തെ പൊഴുതും ജനമൊക്കെയും കണ്ടു. ഇവൻ സുന്ദരമെന്ന ദേവാലയത്തിൽ ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുന്നവർ എന്ന് അറിഞ്ഞ് അവന് സംഭവിച്ചതേക്കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായിത്തീർന്നു. ഇവനെ കാണുന്നവരെല്ലാം യേശുവിൽ വിശ്വസിക്കാൻ തുടങ്ങി. യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങി. 2000 വർഷങ്ങൾക്ക് മരിച്ച് മൺമറഞ്ഞു പോയി എന്ന് പറയുന്ന ആ യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുവാൻ ഒരുപക്ഷെ നമ്മുടെ വ്യക്തിപരമായ സുവിശേഷ പ്രവർത്തനം കൊണ്ട് അത് കാരണമായി തരും. ഒരു വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് വലങ്കരത്തിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ, ഒന്ന് വചനം കേൾക്കുവാൻ, ധ്യാനം കൂടുവാൻ, യേശുവിനെ അറിയുവാൻ നാം ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ, നാം ഒന്ന് പറഞ്ഞാൽ, നമ്മുടെ നിർബന്ധം കൊണ്ട്, നമ്മുടെ ആഗ്രഹം കൊണ്ട്, നമ്മുടെ പ്രയത്നം കൊണ്ട് ഒരു വ്യക്തി ഒന്ന് മാനസാന്തരപ്പെട്ടാൽ, യേശുവിനെ അറിഞ്ഞാൽ ആ വ്യക്തി നിത്യമായി സ്വർഗരാജ്യം പ്രാപിക്കുക. ഇവിടെ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും കരങ്ങൾ വഴി സ്വർഗത്തിലെ ദൈവം ജന്മനാൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ മുടന്തനായ ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിക്കുന്നു. ആ മനുഷ്യൻ്റെ വിശ്വാസം വർദ്ധിക്കുന്നു. അത് കണ്ട അനേകം പേരെ യേശുവിൽ വിശ്വസിക്കാനും ദൈവത്തെ പുകഴ്ത്താനും കാരണമായെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതം ഇതിന് മുഖാന്തരമായി തീരണം. ദൈവം നമ്മെ വിളിച്ച വിളി എത്ര വലുതാണ് തിരിച്ചറിഞ്ഞ് തളർന്നെടുക്കുന്ന അനേകം വ്യക്തികളെ വലങ്കരത്തിൽ പിടിക്കുവാൻ, യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് സൗഖ്യം നൽകുവാൻ ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ചാണ് നമ്മൾ അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി ദൈവം അത്ഭുതം പ്രവർത്തിച്ചുവെങ്കിൽ ആ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ കരങ്ങൾ വഴി അനേകം വ്യക്തികൾ യേശുവിനെ അറിയുവാൻ, അനേകം വ്യക്തികളുടെ വ്യക്തിപരമായ നരയാണികൾ ഉറയ്ക്കുവാൻ, അവർ ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ
നമ്മുടെ ജീവിതം നമ്മുടെ പ്രവൃത്തി മുഖാന്തരമായി തീരണം. അതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പാർക്കുമോർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാന്നല്ല ദൈവമേ, സുന്ദരം എന്ന കവാടത്തിൽ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ മനുഷ്യനെ വലങ്കരത്തിൽ പിടിച്ച് യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുകയെന്ന് പറഞ്ഞപ്പോൾ സൗഖ്യം നൽകുവാൻ തക്കവണ്ണം അവിടുന്ന് ചെയ്ത അത്ഭുതത്തിനായി നന്ദി പറയുന്നു. കർത്താവ്, ഇന്നും അവിടുന്ന് അത്ഭുതം പറയുന്ന ദൈവമാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന ഏറ്റുപറയുന്നു. ഞങ്ങളുടെ മുന്നിൽ അനേകം പേര് മറ്റൊരു വ്യക്തിയുടെ സഹായം കൂടാതെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത തളർന്നു കിടക്കുന്ന മക്കളുണ്ട്. കർത്താവ്, അവരുടെ കരങ്ങളിൽ പിടിക്കുവാൻ, അവരുടെ വലങ്കരത്തിൽ പിടിക്കുവാൻ, യേശുവിൻ്റെ നാമത്തിൽ അവരെ എഴുന്നേൽപ്പിക്കുവാൻ, അവർക്ക് നിത്യജീവൻ നൽകുവാൻ, ഞങ്ങൾ മുഖാന്തരം അവർ യേശുവിനെ അറിയുവാൻ, യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, അനേകം പേർക്ക് യേശുവിനെ കൊടുക്കുവാൻ കർത്താവെ ഞങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. ഈ വചനം കേൾക്കുന്ന എല്ലാവരും കർത്താവെ അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി ചെയ്യുവാൻ, അനേകം രോഗികൾ സൗഖ്യം പ്രാപിക്കുവാൻ, അനേകം തടന്നു കിടക്കുന്നവർ എഴുന്നേൽക്കുവാൻ, അനേകം ദൈവത്തെ അറിയാത്തവർ ദൈവത്തെ അറിയുവാൻ, ദൈവാലയത്തിനകത്ത് പടി ചവിട്ടാത്തവർ, അകത്ത് കയറാത്തവർ ഞങ്ങൾ മുഖാന്തരം ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവാലയത്തിൻ്റെ പടി ചവിട്ടുവാൻ, ദൈവാലയത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ മുഖാന്തരമായി തീരണം. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതം ഞങ്ങളുടെ കരങ്ങൾ വഴി അനേകം പേരിലേക്ക് അത്ഭുതമായി പ്രവർത്തിക്കുവാൻ, യേശുവിൻ്റെ നാമം കൊടുത്ത് അവരെ എഴുന്നേൽപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കൃപ നൽകണം. കർത്താവെ, വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വിടുതൽ നൽകി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധി അമ്മേ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാം മഹത്വത്തോടെ മാത്രം എടുക്കണം. യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ, ആമേൻ. Testimony